الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നഹാവന്ത് യുദ്ധം കഴിഞ്ഞു. മുസ്ലിങ്ങൾ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. മദീനയിൽ ആകാംക്ഷയോടുകൂടി യുദ്ധത്തിൻ്റെ വിവരം കാത്തു നിൽക്കുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു ദൂതനെത്തി. അദ്ദേഹം പറഞ്ഞു, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അള്ളാഹു ഇസ്ലാമിന് പ്രതാപം നൽകിയിരിക്കുന്നു. നഹാവന്ത് യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഷിർക്കും ഷിർക്കിന്റെ ആളുകളും പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൻ-നുഅ്മാനു ബഅസക, മുസ്ലിങ്ങളുടെ സൈന്യത്തിന്റെ നേതാവായ നുഅ്മാനാണോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്? അല്ല അമീറുൽ മുഅ്മിനീൻ, നുഅ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ആ മരണവാർത്ത കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, വമൻ വൈഹക്, വേറെ ആരൊക്കെ ഈ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുണ്ട്? അപ്പൊ വന്ന ആള് കുറച്ച് ആളുകളുടെ പേരെണ്ണി പറഞ്ഞു, ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ. കുറച്ച് അറിയപ്പെട്ട സഹാബിമാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ദൂതൻ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, വേറെയും കുറച്ച് ആളുകൾ ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ലാ തഅരിഫുഹും, പക്ഷെ അവരെ നിങ്ങൾക്ക് പരിചയമില്ല, നിങ്ങൾക്ക് അവരെ അറിയുകയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും കരഞ്ഞു. വീണ്ടും കരഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഉമറിന് അവരെ അറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? വലാകിന്ന അല്ലാഹ യഅരിഫുഹും, ഉമറിന് അവരെ അറിയില്ല എങ്കിലും അള്ളാഹുവിന് അവരെ അറിയാം. അമീറുൽ മുഅ്മിനീൻ അവരെ പറ്റിയിട്ട് അറിയില്ല, അമീറുൽ മുഅ്മിനീന് പരിചയമില്ല എന്നതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അത് എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് നമ്മുടെ സുഹൃതങ്ങളുടെ ലക്ഷ്യം? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? നമ്മുടെ ഇബാദത്തുകൾ അത് ആരെ ബോധിപ്പിക്കാനാണ്? ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിന്റെ തേട്ടം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ. 5374 ഹദീസുകൾ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 3 തവണ ബോധം കെട്ട് വീണു. ഹദീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹദീസ് പറഞ്ഞു തുടങ്ങും, പേടിച്ചിട്ട് ബേജാറായിട്ട് ബോധം കെട്ട് വീഴും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 തവണ ബോധം കെട്ട് വീണ ആ ഹദീസ് ഏതാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക 3 ആൾക്കാരാണ്. ഒന്ന്, റജുലുൻ ജമഅൽ ഖുർആൻ, ഖുർആൻ പഠിച്ചൊരു മനുഷ്യനാണ്. ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരാള് ഖുർആനിന്റെ കാര്യത്തിൽ നല്ല അറിവുള്ള ഒരാളാണ്. രണ്ടാമത്തെ ആള് റജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനാണ്. മൂന്നാമത്തെ ആള് റജുലുൻ കസീറുൽ മാൽ, അള്ളാഹു ഒരുപാട് സമ്പത്തൊക്കെ കൊടുത്ത് ആ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആളാണ്. ഈ 3 ആളുകളെയാണ് ആദ്യമായി കൊണ്ട് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയാന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് അയാൾ ഖുർആൻ പഠിച്ചത്? ഫുലാനുൻ ഖാരി, അയാൾ നല്ല ഖാരി ആണ്, നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആളാണ് എന്ന് ജനങ്ങൾ പറയണം, ആളുകൾ കൊണ്ട് പറയിപ്പിക്കാനാണ് അയാൾ ഖുർആൻ പഠിച്ചത്. അതിനയാൾക്ക് കൂലിയില്ല, അതിനയാൾക്ക് ശിക്ഷയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യൻ, അയാൾ എന്തിനാണ് ഷഹീദായത്? ഫുലാനുൻ ജരീ, ഞാൻ നല്ല യോദ്ധാവാണ്, നല്ല ധൈര്യശാലിയാണ് എന്ന് ആളുകൾ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആഖിറത്തിൽ നിനക്കൊരു ഓഹരിയും ഇല്ല എന്ന് അള്ളാഹു പറയുന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ച ആള്, അയാൾ എന്തിനാണ് ചെലവഴിച്ചത്? ഫുലാനുൻ ജവാദ്, ഞാൻ നല്ല ധർമ്മിഷ്ഠനാണ്, ചോദിച്ചു വരുന്നവർക്കൊക്കെ കൊടുക്കും എന്ന് 4 ആള് പറയണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ചെലവഴിച്ചിട്ടുള്ളത്. അയാൾക്കും ആഖിറത്തിൽ ഒരു ഓഹരിയും ഇല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവർ പണിയെടുക്കാത്തവരല്ല, ഇവർ അധ്വാനിക്കാത്തവരല്ല, ഇവർ കഷ്ടപ്പെട്ടവരാണ്, ഇവർ പണിയെടുത്ത് ക്ഷീണിച്ചവരാണ്, പണിയെടുത്ത് തളർന്നവരാണ്. ഖുർആൻ ഓതിയിട്ടും ഖുർആൻ പഠിച്ചിട്ടും ഒരാൾ നരകത്ത് പോകുക പറഞ്ഞാൽ അതിന്റെ അപകടം എത്രയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യൻ നരകത്ത് പോകുക പറഞ്ഞാൽ അയാൾ ഷഹീദായത് അള്ളാഹുവിന്റെ മാർഗത്തിലല്ല, അയാൾ വലിയ ധൈര്യശാലിയാണ്, ധീരനാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ മരിച്ചത്. ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവനല്ലേ. അയാളുടെ ജീവനേക്കാളും വലുത് വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? വേറൊന്നും കൊടുക്കാൻ കഴിയൂലല്ലോ. ആ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത മനുഷ്യനാണ് ഇയാൾ. പക്ഷേ അയാൾ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ച മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. കാരണം ഇവരൊന്നും ചെലവഴിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നില്ല, അവരുടെ നീയത്താണ് പിഴച്ചത്. അവർ ആ കർമ്മം ചെയ്യുമ്പോഴുള്ള അവരുടെ മനസ്സാണ് പാളിയത്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റിയായിൽ നിന്ന്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ നിന്ന്, ആളുകളുടെ പ്രശംസയും പുകഴ്ത്തലും കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഒരു മസീഹുദ് ദജ്ജാലിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വരുന്നത്. എന്നിട്ട് സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ. സ്വഹാബ, മസീഹുദ് ദജ്ജാലിനെക്കാളും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്ന ഒരു സംഗതിയെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ബല യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അശ്ശിർകുൽ ഖഫി, അത് ഗോപ്യമായ ശിർക്കാൻ. എന്നിട്ട് അതെന്താണെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ വേറൊരാള് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നിയപ്പോൾ അയാളുടെ നിസ്കാരം ഒന്നുകൂടി ഭംഗിയാക്കുകയാണ്, ഈ കാണുന്ന ആൾക്ക് വേണ്ടി ഒന്നുകൂടി മനോഹരമാക്കുകയാണ്. അതാണ് അശ്ശിർകുൽ ഖഫി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. മസീഹുദ് ദജ്ജാലിനെക്കാളും നബി പേടിച്ചത്, ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടത് അശ്ശിർകുൽ ഖഫിയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കണം, നമ്മൾ ബേജാറാകണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ
അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയും പുണ്യവും പ്രതിഫലവും മാത്രമാണ് നമ്മൾ കൊതിക്കേണ്ടത്. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ്? റജുലുൻ അസ്സകറല്ലാഹ ഖാലിയൻ ഫഫാദത ഐനാഹു, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആളാണ്. ആൾക്കാരെ കാണിക്കാനല്ല, 4 ആളെ മുമ്പിൽ ഇരുന്നാൽ പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനല്ല ഈ മനുഷ്യൻ കരഞ്ഞത്. അയാൾ ഒറ്റയ്ക്ക് ഇരുന്നു, അള്ളാഹുവിനെ ഓർത്തു, അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാളെ ഒരു തണലുമില്ലാത്ത സമയത്ത് അള്ളാഹു അർശിന്റെ തണൽ ആ മനുഷ്യന് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അയാൾ കരഞ്ഞത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ്. അയാളുടെ ഇഖ്ലാസിന് അള്ളാഹു കൊടുക്കുന്ന കൂലിയാണത്. റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തു. അയാളുടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിഞ്ഞിട്ടില്ല. അത്ര സ്വകാര്യമായിട്ട്, അത്ര രഹസ്യമായിട്ടാണ് ആ മനുഷ്യൻ ആ സ്വതക്ക കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന കൂലി ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ നല്ല ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജാഗ്രത കാണിക്കേണ്ട വിഷയമാണ്. മുൻഗാമികളൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലയുടെ സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹു തആല ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ആരാണ് ആകാശത്ത് വാൽ നക്ഷത്രം കണ്ടത്? സാധാരണ കാണാത്ത പതിവില്ലാത്തൊരു കാഴ്ച കാണുമ്പോൾ അടുത്ത ദിവസം നേരം പോലെ വരുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ആരാണ് ഇന്നലെ രാത്രി അത് കണ്ടത്? ആ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ആ വാൽ നക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കൂടെ അദ്ദേഹം ചേർത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അമാ ഇന്നി ലം അകുൻ ഫി സ്വലാത്ത് വലാകിന്നി ലുദിഅതു. ഞാൻ നിസ്കരിക്കായിരുന്നില്ല, എന്നെ ഒരു തേളു കുത്തിയിരുന്നു, അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ നക്ഷത്രത്തെ കണ്ടത് എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, അവരുടെ മനസ്സെന്താണ്? ഞാൻ ഇന്നലെ രാത്രി ആ വാൽ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതാണോ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കോ എന്ന് പേടിച്ചിട്ട് ഉടനെ അവര് ഇടപെടുകയാണ്. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതല്ല, ഞാൻ നിസ്കരിക്കുകയായിരുന്നില്ല എന്നവർ പറഞ്ഞു. ഞാൻ അവരിലേക്ക് നമുക്ക് ഇനി എത്ര ദൂരമുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ എന്താ പറയാ, ഒരാൾ ഫോൺ വിളിച്ചു, ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ ഖുർആൻ ഓതുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ രാത്രി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കരിച്ചത് നമ്മളെ കൂടെ അല്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കഴിയുന്നതും നമ്മുടെ കർമ്മങ്ങൾ സ്വകാര്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. നമുക്കും നമ്മുടെ റബ്ബിനും ഇടയിൽ സ്വകാര്യമായ ചില ഇടപാടുകൾ ഉണ്ടാകണം. നമ്മളും അള്ളാഹും മാത്രം അറിയുന്ന നന്മകൾ, നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന പുണ്യങ്ങൾ, അങ്ങനത്തെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ ശരിക്കും ആലോചിക്കണം. ഹാറൂൺ റഷീദിന്റെ സൈന്യത്തിൽ 20,000 സൈനികർ അവര് രജിസ്റ്ററിൽ ഒപ്പുവെച്ചിരുന്നില്ല, അവര് ശമ്പളം കൈപ്പറ്റിയിരുന്നില്ല. ആ 20,000 ആൾക്കാർ ആരാണെന്ന് അള്ളാഹുവിനും അവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഞങ്ങൾ ചെയ്യുന്ന സേവനം, ദീനിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ, അത് ഞങ്ങളും ഞങ്ങളുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു വാശി ആ കൂട്ടർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് പറ്റണം. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല ആദ്യമായിട്ട് മദീനയിലെ അന്നത്തെ കാലത്ത് വലിയ പണ്ഡിതനായിരുന്ന റബിയയുടെ സദസ്സിലേക്ക് ചെല്ലാൻ ആദ്യമായിട്ടാണ് ഇമാം മാലിക് റഹിമഹുല്ല ആ സദസ്സിൽ ചെന്നിരിക്കുന്നത്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, തലപ്പാവൊക്കെ ധരിച്ച്, അണിഞ്ഞൊരുങ്ങി, ചെറിയ കുട്ടിയാണ്. റബിയ റഹിമഹുല്ലയുടെ സദസ്സിൽ വന്നിരുന്നു. ആദ്യമായിട്ട് തന്റെ സദസ്സിലേക്ക് വന്നിരുന്ന ആ കുട്ടിയോട് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയോട് റബീഅ റഹിമഹുല്ലാ നൽകുന്ന ഒന്നാമത്തെ വസിയത്ത് എന്താണെന്നറിയോ? ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ? അഖ്ലിസ് ലില്ലാഹ്, നീ നിന്റെ നിയ്യത്ത് നന്നാക്കണം. നീ പഠനം ആരംഭിക്കുകയാണ്, ആ പഠനം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റണം എന്നാണ്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം ഒരു നന്മയും പരസ്യമാക്കാൻ പാടില്ല, പരസ്യമായിട്ട് ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്നൊന്നും അല്ല. പരസ്യമായിട്ടൊരു നന്മ ചെയ്യുന്നതിൽ
മസ്ലഹത്തുണ്ട് എങ്കിൽ, നന്മയുണ്ടെങ്കിൽ അത് നമ്മൾ പരസ്യമാക്കുക, അതിൽ കൂടുതൽ കൂലി കിട്ടും. ഇപ്പൊ നമ്മളെ കണ്ടിട്ടാണ് ഒരാൾ പഠിക്കുന്നത് എങ്കിൽ, നമ്മളെ മാതൃകയാക്കിയിട്ടാണ് ഒരാൾ ഒരു പുതിയ നന്മ തുടങ്ങുന്നത് എങ്കിൽ അതിന്റെ കൂലി നമുക്കും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാർ ഇരിക്കുന്ന സദസ്സിൽ ചോദിക്കുന്നുണ്ടല്ലോ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നാരാണ് നോമ്പുകാരൻ? മൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്നാരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? മൻ തബിഅ മിൻകുമുൽ യൗമ ജിനാസ, ഇന്നാരാണ് ഒരു ജനാസയെ പിന്തുടർന്നത്? മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നാരാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തത്? ഈ 4 ചോദ്യങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നബി പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ടാണ് മറുപടി കൊടുക്കുന്നത്. അവിടെ ഒരു നന്മയുണ്ട്, അത് ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാണ്. എന്നിട്ട് നബി പറയുന്നുണ്ട്, ഈ 4 കാര്യങ്ങളും ഒരു മനുഷ്യനിൽ ഒരുമിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിന്റെ ആളാണ്. അപ്പൊ അത് ബാക്കിയുള്ളവർക്കുള്ള ഒരു പ്രോത്സാഹനമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ കണ്ടിട്ട് അത് ബാക്കിയുള്ളവർ പിൻപറ്റുമെങ്കിൽ, ബാക്കിയുള്ളവർക്ക് നമ്മൾ മാതൃകയാകുമെങ്കിൽ അവിടെ നമുക്ക് നന്മ പരസ്യമാക്കാം. അതല്ല, നമ്മൾ പരസ്യമാക്കി ഒരു നന്മ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല എങ്കിൽ ആ നന്മ നമ്മൾ രഹസ്യമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും രാവിലും പകലിലും ചെലവഴിക്കുന്നവരാണ് ആ മനുഷ്യന്മാർ. അപ്പോൾ പരസ്യമായി എന്നതുകൊണ്ട് അത് റിയാ ആണ്, അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിന്റെ തേട്ടം എന്താണെന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒന്നാമതായിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ മനസ്സിന്റെ തേട്ടം എന്താണോ, നമ്മുടെ നിയ്യത്ത് എന്താണോ, അതാണ് അള്ളാഹു പരിഗണിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് കൂലി ഉണ്ടാവുക. അതുകൊണ്ട് 100% ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കൊതിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ.